അതല്ലെങ്കിൽ കുട്ടികളെ കുടിപ്പിക്കാൻ ഉള്ളൊരു മനസ്ഥിതി ഉള്ളവര്. ആ ബാക്കിലേക്ക് ആകുമ്പോ ഇപ്പൊ കറന്നെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പാല് ഉച്ചക്ക് 5:30 ചിലപ്പോ 4, ഇത് 4 ലിറ്റർ പാലുണ്ടാവണം. ചെറിയ കാമ്പുള്ള പശുക്കളെ കറക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പശുക്കളെ ആരും വാങ്ങാറില്ല. എന്നാൽ ഇത്തരത്തിലുള്ള പശുക്കളെ കറക്കാൻ എളുപ്പ വഴിയുണ്ട് കേട്ടോ. അപ്പൊ എടപ്പറമ്പ് ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. ചേട്ടാ, ഈ ചെറിയ കാമ്പുള്ള പശുവിനെ എങ്ങനെ കറക്കാൻ എന്തെങ്കിലും ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ടോ? ഇത് കറക്കാനായിട്ട് നമ്മള് ഒരു ശൈലിയിൽ മാത്രം കറക്കണവർക്ക് ഈ പശുവിനെ കറക്കാൻ പറ്റില്ല. ചിലര് വലിച്ചു മാത്രമായിരിക്കും കറക്കുക, ചിലര് വിരൽ മടക്കി കറക്കും, ചിലര് മൊത്തത്തിൽ പിടിച്ചു കറക്കും. നമ്മളെ സംബന്ധിച്ച് ഏത് പൊസിഷനിലും കറക്കാൻ അറിയാവുന്ന കാരണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കറക്കാം. നമ്മൾ ലേശം നെയ്യോ വെളിച്ചെണ്ണയോ, നമ്മളിവിടെ ആട്ടിച്ച വെളിച്ചെണ്ണ അതോ നമ്മൾ പെരട്ടും. ഇത് ഇത്തരത്തിലുള്ള പശുക്കൾക്ക് മെഷീൻ കറവ് പറ്റുമോ? മെഷീൻ കറവ് പറ്റൂന്നാണ് പറയണത്. എന്നാന്ന് പറഞ്ഞാൽ മെഷീനെ പറ്റി നമ്മളെ ചിന്തിച്ചിട്ടില്ല. പല ആളുകളും മെഷീൻ കൊണ്ട് കറന്നിട്ട് അത് മാറ്റി വെച്ചിട്ട് കൈകൊണ്ട് തന്നെ കറക്കണ കണ്ടാണ് ഞാൻ മേടിക്കാത്തത്. ഇനിയിപ്പോ ഒരു മെഷീൻ മേടിച്ചാലോ എന്നുള്ളൊരു ചിന്തയുണ്ട്, അതെങ്ങനെയാവുന്നു. മെഷീൻ വെച്ച് നമുക്ക് വേഗം എന്താ പറയുക കറവ് തീർക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ ഞാൻ കണ്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലുകൂടി പശുക്കൾക്ക് മെഷീൻ ഒരു പരിധി വരെ എളുപ്പമാണ്. ഇതിപ്പം ഇതിന്റെ ബേക്കാമ്പൊക്കെ കറക്കാൻ മെഷീൻ ഉണ്ടെങ്കിൽ സുഖം തോന്നുന്നു. ഇത് കൈകൊണ്ട് കറക്കണമെങ്കിൽ ഭയങ്കര പാടാ. ഇത് നമുക്ക് ഇങ്ങനെ പൊട്ടിച്ച് കറക്കണം. നമ്മള് വലിയ കാമ്പ് പിടിച്ച് നേരെ ഇതിന്റെ ഫ്രണ്ട് കാമ്പ് സുഖം. ഇത് കണ്ടോ, ഫ്രണ്ട് കാമ്പ് നല്ല സുഖമായിട്ട് നമുക്ക് കറന്നെടുക്കാം. പക്ഷെ ഇതിന്റെ ബേക്കാമ്പ് ഭയങ്കര, എങ്ങനെ വേണമെങ്കിലും ഇത് കാമ്പ് കറന്നെടുക്കാം. പക്ഷെ ബേക്കാമ്പ് കറന്നെടുക്കാൻ ഈ ചെറുതായ കാരണം ഇങ്ങനെ കൈ എത്തൂല. ഈ പശു ഓട്ടോമാറ്റിക് ഭയങ്കര ഹൈറ്റ് ഉണ്ടല്ലോ, എന്നാലും നമ്മളിങ്ങനെ ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് കറന്ന് ഒപ്പിക്കും. പിന്നെ ഞാൻ ബാക്ക് കാമ്പിലെ പാല് ഫുള്ളങ്ങനെ കറന്നില്ലല്ലോ, ഇതിന്റെ പശുക്കുട്ടീനെ വിട്ട് കുടിപ്പിക്കുമായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞില്ല, ഇതിന്റെ കുട്ടീനെ നമ്മള് മിനിഞ്ഞാന്ന് കൊടുത്തു. അപ്പൊ ഇപ്പൊ നമ്മള് ഫുള്ള് വാറ്റി കറന്നെടുക്കണം. അങ്ങനെ ഉള്ളപ്പോ കുട്ടീനെ വിട്ട് കുടിപ്പിച്ചാൽ മതി. അപ്പൊ ആ പാലൊട്ടും അകിട്ടിൽ നിൽക്കരുത്. അതാണ് ഈ അകിട് വീക്കം കാര്യങ്ങളും തന്നെ. നമ്മൾ വാറ്റി കറന്നെടുക്കണം. മെഷീന്റെ വേറൊരു ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ മെഷീൻ വെച്ച് കറന്നാലും നമ്മൾ വീണ്ടും കൈകൊണ്ട് കറക്കണം. പിന്നെ ഞാൻ ചിന്തിച്ചെന്ന് പറഞ്ഞാൽ മെഷീൻ കൊണ്ടുവന്ന് ഇതിന്റെ അകത്തൂടെ മെഷീൻ കഴുകി പെറുക്കി അത് വലിച്ചു കൊണ്ടുവന്ന് വെക്കണ നേരം കൊണ്ട് നമുക്കിത് കൈക്ക് കറക്കാന്നുള്ളൊരു തോന്നല്. ഇനിയിപ്പോ കൈ കൊണ്ടൊന്നും കറക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മെഷീനെ ആശ്രയിച്ച് തന്നെ പറ്റുള്ളൂ. എന്തായാലും ജീവൻ മരണ പോരാട്ടമായിട്ട് ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഇപ്പോഴത്തെ പ്ലാൻ അല്ലേ? കഷ്ടപ്പെട്ടാലും നമുക്ക് അത്യാവശ്യം ജീവിച്ചു പോവാം. ഈ കാമ്പ് പിന്നീട് നീളം വെക്കും ഇങ്ങനെ കറന്ന് കഴിയുമ്പോ കറന്ന് നീളം വെക്കാൻ സാധ്യത കുറവാ. നീളം വെക്കാനാണെങ്കിൽ സ്വൽപ്പൂടെ ഒക്കെ മാറ്റം വരുമെന്നല്ലാണ്ട് ഇതിന്റെ ജന്മന അങ്ങനെ ബേക്കാമ്പ് ലേശം ചെറുതാ. അപ്പൊ ഞാൻ ഈ ഫ്രണ്ട് കാമ്പ് ഒരുവിധം കറന്നിട്ട് ഇത് പാല് ഇത് മാറ്റി വെക്കും. അത് കഴിഞ്ഞ് നമ്മള് ബേക്കാമ്പിലേക്ക് പിടിക്കും. ഇതിപ്പം പെണ്ണുങ്ങൾക്കൊന്നും കറക്കാൻ പറ്റില്ല. ഒന്നാമത് ഇത് പശു ഹൈറ്റ് കൂടുതല്. രണ്ട് സെക്ഷൻ ആയിട്ട് നമ്മൾ കറന്നെടുക്കും അല്ലേ? ഫസ്റ്റത്തെ കാമ്പില് ആദ്യം പാലെടുത്തിട്ട് ഫ്രണ്ട് കാമ്പില് നമ്മളത് അവിടെ കറന്നു വെച്ചു. പിന്നെ നമ്മള് ബേക്കാമ്പ് അപ്പൊ കുറച്ചും കൂടി നമുക്ക് ഏരിയ കറന്നെടുക്കാൻ പറ്റും അല്ലേ? ബുദ്ധിമുട്ടാണ് ഇത്. നമ്മള് വിരല് മടക്കി കറക്കാൻ ഇച്ചിരൂടെ നീളം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇത്രയും പാല് കറന്ന നേരം കൊണ്ട് ഇതിപ്പോ ഒരു 4 ലിറ്റർ പാല് 4.5 ലിറ്റർ പാൽ ഉണ്ടാവും. ഫ്രണ്ട് കാമ്പിലും ബാക്ക് കാമ്പിലും ഒരു സ്വല്പം ഉണ്ട്. കൂടുതൽ സ്ട്രെയിൻ എടുക്കണം. അത് തന്നെയല്ല, നമ്മുടെ കൈ കഴിക്കും. അപ്പൊ ഫ്രണ്ട് കാമ്പിന്റെ അത്രത്തോളം പാല് ബാക്ക് കാമ്പിലില്ല. ഈ പശുവിന് ഫ്രണ്ട് കാമ്പിൽ നിന്ന് 4 കിട്ടിയ ബാക്ക് കാമ്പിൽ നിന്ന് 3 ലിറ്റർ കിട്ടുള്ളൂ. ബാക്ക് 2 കാമ്പില് മൊത്തം ഉച്ചയ്ക്ക് 7 ലിറ്റർ പാല് കിട്ടുമെങ്കിൽ
ഫ്രണ്ടിലെ 2 കാമ്പിന്ന് 4 ലിറ്റർ, ബാക്കിലെ കാമ്പിന്ന് 3 ലിറ്റർ. ഓക്കെ ഓക്കെ ഓക്കെ. ലേശം കുറവ് എൻ്റെ. അത് ഈ പശുവിന് ഈ ഒരു ചെറിയ കാമ്പുള്ള പശുക്കളുടെ പ്രത്യേകതയാണ്. എല്ലാ പശുവിനും അങ്ങനെ വരണമെന്നില്ല. ഓക്കെ. ഈ പശുവിന് ഇപ്പൊ നമ്മള് തന്നെ ഇത് കൈകാര്യം ചെയ്യുന്നോണ്ടാണ് ഇതെല്ലാം അറിയുന്നത്. എല്ലാ കാര്യങ്ങളും ഇതിപ്പോ നമ്മൾ വേറൊരു പണിക്കാരനെ വെച്ച് ചെയ്യുകയാണെങ്കിൽ അവരിത് പകുതി കറന്നെടുത്തിട്ട് അവര് പോവും, കൈ കൊണ്ടാ കറവെങ്കിൽ. അപ്പം ഇതിന് അകിട് വീക്കം വരും. പാല് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പശുവിന് ഒരു തുള്ളി ഇല്ലാണ്ട് നമ്മൾ വാറ്റി കറന്നെടുക്കണം. അപ്പൊ ഇതുപോലെയുള്ള പശുക്കളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലേ? പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെയല്ല, എല്ലാ പശുക്കളെയും നമ്മൾ ശ്രദ്ധിക്കണം. പാല് മുഴുവൻ കറന്നെടുക്കണം. അല്ലെങ്കിൽ അങ്ങനെ പറ്റാത്തവർക്ക് കുട്ടികളെ നിർത്തുക. അപ്പൊ ഈ കറവ ഒരുവിധം കറന്നു കഴിഞ്ഞിട്ട് കുട്ടീനെ അയച്ചു വിട്ടാൽ അത് കുടിച്ച് പറ്റിച്ചു. അപ്പൊ ഇത്തരത്തിലുള്ള ചെറിയ കാമ്പുള്ള പശുക്കളെ വാങ്ങുന്നവരോട് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ശരിക്കും 2 കാര്യങ്ങളാണ്. ഒന്ന്, കറക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ ചെറിയ കാമ്പുള്ളതിനെ മേടിക്കാവുള്ളൂ. ഓക്കെ. അതല്ലെങ്കിൽ കുട്ടികളെ കുടിപ്പിക്കാൻ ഉള്ളൊരു മനസ്ഥിതി ഉള്ളവര്. ആ ബാക്കിലെ കാമ്പ് ഇപ്പൊ കറന്നെടുക്കാൻ പറ്റിയില്ലെങ്കിലും കുട്ടികൾക്ക് കുറച്ച് കറന്നെടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. രണ്ടും പറ്റാത്തവര് ഇങ്ങനത്തെ മേടിക്കാതിരിക്കും നല്ലത്. അതെ, കറന്നു കഴിഞ്ഞപ്പോ തന്നെ അതിന്റെ പകുതി തീറ്റ എടുത്തു കഴിഞ്ഞത്. ഈ പശുവിന് കാലത്ത് എന്താ ലിറ്റർ പാല് കിട്ടും ചേട്ടാ? ഈ കാലത്ത് ഇതിനൊരു 10 ലിറ്റർ കിട്ടും. ഉച്ചയ്ക്ക് ഒരു 6-6:30 വരെ കിട്ടും. ഓക്കെ. ഈ ബാക്കില് കാമ്പിന്ന് എന്തോരം കിട്ടും? ബാക്കിലെ കാമ്പിന്ന് ഒരു 6 ലിറ്റർ കിട്ടിയ ഒരു 3.5-2. ഇതൊരു ഏകദേശം കേട്ടോ പറയുന്നത്. നമ്മളിത് ചേഞ്ച് വരാല്ലേ? നമ്മളെന്നും കറക്കുന്ന ബക്കറ്റ് അതിന്റെ ഒരു അളവ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പറയുന്നതാണ്. ഇത്രയല്ല, ഇതിന് ഇച്ചിരി കൂടെ കൂടുതൽ കുട്ടിക്ക് കൊടുക്കും. ഒരു 1.5 ലിറ്റർ എങ്കിലും കൊടുക്കണം. അപ്പം ബേക്കാമ്പിന്ന് കുറച്ച് കറന്നിട്ട് ഞാൻ കുട്ടിക്ക് കൊടുക്കാറുണ്ട്. ഇപ്പൊ ആ കുട്ടീനെ ഞാൻ പറഞ്ഞല്ലോ ഒരു ചേട്ടന് വളക്കാൻ കൊടുത്തു. ഇതിന്റെ ഫുള്ള് പാല് നമ്മൾ കറന്നു കഴിഞ്ഞു. വാറ്റി കറക്കാന്ന് പറയും. ഇനി തീർത്ത് കറക്കണം, ഇല്ലെങ്കിൽ മൊത്തം കറന്നു കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് ഒരു 6 ലിറ്റർ പാല് ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള പശുക്കള്, പ്രത്യേകിച്ച് സഹിവാള് പോലത്തെ ക്രോസ് ഇനത്തിൽപ്പെട്ട പശുക്കള് നല്ല തൊഴിയായിരിക്കും. അപ്പൊ ചേട്ടൻ ഇത് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഇത് ആദ്യമേ കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് പിന്നെ ഞാനുമായിട്ട് ഇണങ്ങി. ഒരാളോട് കഷ്ടി ഇണങ്ങും. പിന്നെ നമ്മളിതിനെ പേടിപ്പിച്ച ഭയങ്കര ഇവർക്ക് പേടിയാ. ഇവര് പേടിച്ചിട്ട് തൊഴിക്കണത് അത്, അല്ലാണ്ട് ഇവര് നമ്മളെ ഉപദ്രവിക്കണമല്ല. ഈ ഇനത്തിന് ഇവർക്ക് സ്വയം ഭയങ്കര പേടിയാ. അപ്പം ഞാനൊരു ഉപദ്രവകാരി അല്ലെന്ന് ഇവൾക്ക് തോന്നി കഴിഞ്ഞപ്പോ അങ്ങനെ അങ്ങോട്ട് നിൽക്കുന്നു. ഇതിന്റെ ഒരുവിധം A2 മിൽക്ക് ആയിരിക്കും. A2 മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ എണ്ണത്തിന്റെ പാലായിരിക്കും. ഇത് കറക്കാനൊക്കെ കാമ്പ് ലേശം ടൈറ്റാ, എരുമകൾക്കൊക്കെ ടൈറ്റ് ഉള്ള പോലെ. അപ്പൊ ഉപദ്രവകാരി അല്ലെന്ന് എങ്ങനെയാ തോന്നിപ്പിച്ചേ? എന്നാന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മള് അതുമായിട്ട് നമ്മൾ ഇടപഴകി നമ്മൾ അതിനെ ഞാൻ തീറ്റ കൊടുക്കുകയും കറക്റ്റ് അതിനെ സംരക്ഷിക്കുന്ന ആളാണെന്നുള്ളൊരു ഇത് വരുത്തി. അപ്പം നമ്മളെ കാണുമ്പോ എന്നാലും ഇപ്പൊ പുറകെ കൂടെ പറമ്പിലേക്ക് അഴിച്ച് കെട്ടുമ്പോ പേടി കൂടുതലാണ് ഇവർക്ക്. ഇതിപ്പോ വേറൊരാൾക്ക് വന്നാൽ ചിലപ്പോ കറക്കാൻ പറ്റില്ല. ഇത് ഒരാള് കറന്നാൽ മാത്രമാണോ? അങ്ങനെ വല്ലതും ഉണ്ടോ? ഏറെക്കുറെ എല്ലാ പശുക്കളും അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഇപ്പൊ ഈ പശു ഇപ്പം മാറി വേറൊരാൾ കറക്കാൻ വന്നാൽ ചിലപ്പോ സമ്മതിക്കില്ല. ഒറ്റ യജമാനല്ലേ? ഒറ്റ യജമാനൻ എന്നാ എല്ലാരും അങ്ങനെയല്ല കേട്ടോ. ഈ വക ശാന്തതയുള്ള പശുക്കളും വന്നിട്ടുണ്ട്. യാതൊരു ശല്യമില്ലാത്ത പശുക്കളും വന്നിട്ടുണ്ട്. കറക്കാൻ പറ്റാത്ത പശുക്കളും വന്നിട്ടുണ്ട്. കാല് കെട്ടി ലാസ്റ്റ് നമ്മൾ മടുത്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവളെന്തായാലും നമ്മളോട് ആണെങ്കിൽ കുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതിനൊരു 8 ഇഞ്ചും പാലുണ്ടായിരുന്നു ഇളം കറവയില്. 7 മാസമായി പ്രസവിച്ചിട്ട്. ഇപ്പൊ എത്ര ലിറ്റർ പാല് കിട്ടുന്നുണ്ട്? ഇപ്പൊ രാവിലെ ഒരു 5.5 കിട്ടും. ഉച്ചക്കൊരു 3-3.5 ഒക്കെ കിട്ടുന്നുണ്ട്. ഇത്തരത്തിലുള്ള കട്ടിയുള്ള കാമ്പുകളുള്ള പശുക്കളെ കറക്കാൻ എന്തെങ്കിലും സിമ്പിൾ ആയിട്ട് ടിപ്സ് ഉണ്ടോ? ഒന്നുമില്ല, നല്ല ബലത്തിൽ കറക്കണം. അല്ലാണ്ട് ഇതിന് നമുക്ക് കൈക്ക് എന്താ പറയാ, നല്ല ബലം കൊടുത്ത് അതിന്റെ ഒരു നേക്കിന് കറന്നെടുക്കണം. അല്ലെങ്കിൽ ഇപ്പൊ ചിലപ്പോ പെണ്ണുങ്ങൾക്കൊന്നും
സ്ത്രീകൾക്കൊന്നും ചിലപ്പോൾ കറക്കാൻ പറ്റിക്കോണമെന്നില്ല. എരുമകൾക്കൊക്കെ ഭയങ്കര ടൈറ്റ്, ചില എരുമകൾക്ക് ഭയങ്കര ടൈറ്റ് ആയിരിക്കും. അത്രയും ടൈറ്റ് ഇല്ലെങ്കിലും അത്യാവശ്യം ടൈറ്റ് ഉണ്ട് ഇതിന്. നമ്മൾ ഇതിന് ലേശം നെയ്യോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ നല്ല വെളിച്ചെണ്ണ തേച്ച് ഒന്നും മയപ്പെടുത്തി, എന്ത് മയപ്പെടുത്തിയാലും നമുക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ആ ഒരു അമരം ഉണ്ടല്ലോ, അതിന് നമ്മൾ പ്രഷർ കൊടുക്കുക തന്നെ വേണം. ഇവരെ നമ്മൾ പേടിപ്പിക്കരുത്. ഇപ്പൊ പാമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടിക്കണത് അവരെ ഉപദ്രവിക്കുമെന്ന് പേടിച്ചിട്ടാണ് അവർ കടിക്കണത്. അതേപോലെ ഈ പശു തൊഴിക്കുന്നതും അതേപോലെ ഇത് ചെയ്യുന്നതും ഒക്കെ ഇതിനെ ഈ പശു സ്വയം പേടിച്ചിട്ടാണ് ചെയ്യണം, നമ്മൾ വല്ല ഉപദ്രവിക്കുമെന്ന്. ഇപ്പൊ ഈ പശുവിനെ ഞാൻ അതിന് തീറ്റ കൊടുക്കുകയും അതിനെ സംരക്ഷിക്കുന്ന ആളാന്നൊരു തോന്നൽ വന്നു. സാധാരണ ഇത്തരത്തിലുള്ള സഹിവാൽ പശുക്കൾക്ക് എത്രത്തോളം ലിറ്റർ പാലുൽപാദനം ഉണ്ട്? ഇതിനിപ്പം ഇത് ആദ്യത്തെ പ്രസവം നമുക്ക് രാവിലെ 8ഉം 5ഉം 2 നേരം കൂടെ 13 കിട്ടി. അടുത്ത പ്രസവമാകുമ്പോ എന്തായാലും ഇതിനൊരു രാവിലെ 10ഉം ഉച്ചയ്ക്ക് 7ഉം ഈ 2 ലിറ്റർ പാല് വെച്ച് കൂടാൻ സാധ്യതയുണ്ട്. അതിനുള്ള വലിപ്പവും പ്രകൃതവും ഒക്കെ ഉണ്ട്. ഇത് 4 ലിറ്റർ പാൽ ഉണ്ടാവണം ഏകദേശം. നമ്മുടെ ഒരു ഉദ്ദേശം കേട്ടോ, 3.5-ൽ കുറയില്ല. ഇതിപ്പം 7 മാസമായില്ല പ്രസവിച്ചിട്ട്, കുത്തിവെച്ചിട്ടുണ്ട്, ചെന പിടിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ 2-ാം തീയതി കുത്തിവെച്ച. ഇതും ടൈറ്റ് ഉണ്ടെങ്കിലും നമ്മളിത് കാമ്പ് വാറ്റി കറക്കണം, പാല് നിർത്തരുത്. ഇത് ഇപ്പൊ ഇതിന്റെ കാമ്പിന് മുഴുവൻ പാല് പോകുന്നു. നീണ്ട കറവ കിട്ടാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നീണ്ട കറവ ഈ വക ഇനങ്ങള് നീണ്ട കറവ അങ്ങനെ കിട്ടില്ല. അതാണ് ഇപ്പം പാല് കുറഞ്ഞത്, 5.5-ഉം 3ഉം ഒക്കെ ആയത്. ഈ തൊഴിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ബ്രീഡ് കൊണ്ടുവരുന്നത്? അങ്ങനെയല്ല, അല്ല, ഈ സൈസ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ശാന്ത ഇതുള്ള പശുക്കളും ഉണ്ട്, പ്രശ്നക്കാരും ഉണ്ട്. ഒരുവിധം ഈ വക എണ്ണങ്ങൾക്ക് അസുഖങ്ങളില്ല, ഒരു അസുഖവും ഇല്ല. ഞാൻ ഇതിന് 2-3 ചക്കയൊക്കെ രാവിലെ ഒരു 1.5 ചക്ക, വൈകുന്നേരം ഒരു 1.5 ചക്ക മുഴുവൻ കുരു അടക്കം വെട്ടിയിട്ട് കൊടുക്കും. എന്ത് തിന്നാലും ഒരു അസുഖമില്ല. ഇന്ന് വരെ ഒരു പാരസിറ്റാമോൾ പോലും കൊടുക്കുന്നില്ല. തീറ്റ കൂടുതൽ കൊടുക്കണ്ട, അങ്ങനെ മീഡിയം തീറ്റ മതി. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടത് ചെറിയ കാമ്പുള്ള പശുക്കളെ എങ്ങനെ കറക്കാമെന്നാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാതെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.